നമസ്കാരം. ഹിൽ ടോക്ക് കിച്ചൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫ്രഷായിട്ടൊരു കുലുക്കി സർബത്താണ്. പൈനാപ്പിൾ ഫ്രഷായിട്ട് പറിച്ചിട്ട് വേണം നമുക്ക് കുലുക്കി സർബത്ത് അടിക്കാൻ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് നേരെ പൈനാപ്പിൾ പറിച്ച് കുലുക്കി സർബത്ത് അടിക്കാം. എല്ലാവരും വാ. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ പറിക്കാം. ഇതിന് നിറച്ചും മുള്ളാണ്. പറിക്കുമ്പോൾ നോക്കി പറിച്ചില്ലെങ്കിൽ കയ്യിലൊക്കെ കൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ കണ്ട നല്ല സൂപ്പറായിട്ട് പഴുത്താണ്, നാച്ചുറലായിട്ട് പഴുത്ത് വന്ന സാധനം. അപ്പോൾ ഈ സാധനം ഒടിച്ച് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇത് കിളിച്ച് വരും. ഇതിൽ നിന്ന് വീണ്ടും ഇതാവും. എന്നെ സ്മെല്ലാന്നറിയാം സാധനത്തിന്. പ്യുവർ പൈനാപ്പിൾ പഴുത്ത സാധനം, അടിപൊളി. നമുക്ക് പോയിട്ട് സാധനം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഈ പൈനാപ്പിൾ ചെത്തി പരിപാടി തുടങ്ങാം. അപ്പോൾ നമുക്ക് നമ്മുടെ പൈനാപ്പിൾ ആദ്യം ചെത്തി പരിപാടി തുടങ്ങാം. ഇപ്പോൾ പൈനാപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മുടെ ഈ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ വിളവെടുപ്പിൻ്റെ സമയമാണ്. അപ്പോൾ ഈ പൈനാപ്പിൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ. അതായത് സീസണിലുണ്ടാകുന്ന ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കുന്നത് നല്ലതാണ്. ചുമ്മാ കഴിച്ചാൽ മതി, വേറെ ഇതൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാകുന്നതാകുമ്പോൾ നമുക്ക് വിശ്വാസത്തോടെ കഴിക്കുകയും ചെയ്യാമല്ലോ. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. മരുന്നോ അല്ലെങ്കിൽ അതുപോലെ വിഷമോ ഒന്നും യൂസ് ചെയ്ത് ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ നമുക്ക് ധൈര്യപൂർവ്വം അത് കഴിക്കാവുന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുള്ള് ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ചെത്തി എടുത്തിട്ട് ഇത് ജ്യൂസ് അടിച്ചെടുക്കണം. ജ്യൂസ് അടിച്ചിട്ട് എടുത്തിട്ട് വേണം നമ്മുടെ സർബത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പൈനാപ്പിളൊക്കെ ജ്യൂസ് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കുലുക്കി സർബത്ത് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഗ്ലാസ് വയ്ക്കുന്നു. ഇതിലേക്ക് നമുക്ക് നാരങ്ങ പറഞ്ഞാൽ ചെറുത് മതി കേട്ടോ, ചെറിയൊരു നാരങ്ങ. നമുക്കിപ്പോൾ ഇതിലിടാൻ വേണ്ടി ഒരു റൗണ്ട് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ചെറിയ നാരങ്ങ ഇതിലേക്ക് നമുക്ക് പിഴിയാം. അപ്പോൾ ഒരു നാരങ്ങ നമ്മൾ പിഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പീസും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് ഇടുക. ഞാനിപ്പോൾ ഇവിടെ കാന്താരി മുളകാണ് ഇട്ടിരിക്കുന്നത്. കാന്താരി മുളകിൻ്റെ എരിവ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇത് നടുവേ ഒന്ന് കീറുക. എന്നിട്ട് ഇതിലിട്ട് കൊടുക്കുക. പിന്നെ അടുത്തായിട്ട് തുളസിയുടെ ഇലയാണ്. ഒരു തുളസി ഇല കുറച്ചെണ്ണം എടുക്കുക, നടുവേ ഒന്ന് മുറിക്കുക, അതുകൂടി ഇതിലിട്ട് കൊടുക്കുക. ഇനി കസ്കസ് ഞാൻ ഇതേപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ലേശം ഉപ്പ്, പൊടിക്ക് മതി, ഒരുപാട് ഉപ്പ് വേണ്ട. ഉപ്പിട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പാണ്. ഷുഗർ സിറപ്പും ലേശം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വേണ്ട, ഭയങ്കര മധുരമായിരിക്കും. അപ്പോൾ അടുത്തായിട്ട് നമുക്കിനി നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ പൈനാപ്പിൾ ഞാൻ ഫുള്ള് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പുറത്ത് പോകാതെ ഇങ്ങനെ നൈസായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്രയും ജ്യൂസിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് ഒഴിച്ചപ്പോൾ തന്നെ നിറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഐസ് ക്യൂബൊക്കെ ഉണ്ടെങ്കിൽ ഇടുന്നത് നല്ലതായിരിക്കും. ഐസ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടില്ല. നമുക്ക് കുറച്ച് ഐസ് കൊണ്ടുവരാനുള്ളത് ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ഐസ് എടുത്തിട്ടില്ല. അപ്പോൾ ഇതിന് നമുക്ക് നൈസായിട്ടൊന്ന് കുലുക്കാം. ഇത് കുലുക്കാനായിട്ട് വേറെ പാത്രമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ് തന്നെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നൈസായിട്ടൊന്ന് കുലുക്കാം. ഇത് പുറത്ത് പോകും തോന്നുന്നു. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കുലുക്കി സർബത്ത് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും കണ്ടാൽ അറിയാം, അടിപൊളി. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കുലുക്കി എങ്ങനെയുണ്ട്? കാണാനും എല്ലാം നല്ല ഗുമ്മായിട്ടില്ലേ?
അതായത് കാണാൻ മാത്രമല്ല നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മളെല്ലാം പ്യുവർ സാധനങ്ങൾ, ഫ്രഷ് ഐറ്റംസാണ് ഫുള്ള് എടുത്തിരിക്കുന്നത്. ഒന്നും ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഷുഗർ എന്നൊക്കെ പറയില്ല കേട്ടോ. ഷുഗർ ആഡ് ചെയ്യാണ്ട് എന്തായാലും പറ്റില്ല. ഷുഗർ ആഡ് ചെയ്തില്ലെങ്കിലും മധുരം ഉണ്ട്, എന്നാലും ഷുഗർ കുറച്ച് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് കുടിച്ച് നോക്കിയാലോ. ആദ്യം പൈനാപ്പിൾ. ഇത് കാണുമ്പോൾ തന്നെ അടിപൊളിയാണ്. പക്ക എന്ന് പറഞ്ഞാൽ പക്ക. ആ ഒരു ഉപ്പാണെങ്കിലും കറക്റ്റ്, എല്ലാം കറക്റ്റാണ് കേട്ടോ. ഇപ്പോൾ പൈനാപ്പിളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ സൂപ്പർ സാധനമാണ്, അടിപൊളി സാധനമാണ്. ആ തുളസിയിലേക്ക് ഇട്ടത് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. അപ്പോൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ട്രൈ ചെയ്യുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് ഇടുക കേട്ടോ. അപ്പോൾ ഇതിലും മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.